ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം, ദശകം 85. ജരാസന്ധവധവും ശിശുപാലവധവും. മഗധാരീപനം ജരാസന്ധൻ തന്റെ കാരാഗൃഹേ ബന്ധേതരം രാജാക്കന്മാർ ദൂതൻ വഴിയേ. ആരോമില്ലാ ജനങ്ങൾക്കു താങ്ങും തണലുമായിടും മാധവ നിൻ ശരണത്തിനായി യാചിച്ചു. ജരാസന്ധവധത്തിനായി പുറപ്പെട്ട ഭഗവാനോ ധർമ്മജന്റെ രാജസൂയ വാർത്തയറിഞ്ഞു. യാഗത്തിന്റെ ഭാഗമായി ജരാസന്ധനെ കൊന്നിടാം യുധിഷ്ഠിര രാജൻ തന്റെ അടുത്തെത്തീനി. സർവരാജാക്കന്മാരെയും കീഴടക്കി ധർമ്മപുത്രർ അവിടുത്തെ കടാക്ഷത്താൽ ദിഗ്വിജയിയായി. ഭക്തജനദാസാനിയോ ഭീമാർജുനന്മാരുമൊത്ത് ജരാസന്ധവധത്തിനായി പുറപ്പെട്ടല്ലോ. ബ്രാഹ്മണരെന്ന വ്യാജേന മഗധയിലെത്തിച്ചേർന്നു ദ്വന്ദ്വയുദ്ധം രാജനോടു ആവശ്യപ്പെട്ടു. അപൂർണ സുഹൃതിയമാം രാജനോടു എതിരിട്ടു അനുപമ സുഹൃരിയം വായുതനയൻ. യുദ്ധത്തിങ്കൽ ഭീമസേനൻ തളർന്നോരാ നേരത്തു നീ മരച്ചില്ല പിളർത്തിനൽ ഉപായം കാട്ടി. ജരാതനയനെ ഭീമൻ രണ്ടായി പിളർത്തി കൊന്നു. രാജാക്കന്മാരെയോ ബന്ധനമുക്തരാക്കി. അത്യന്ത സന്തുഷ്ടനായി പാണ്ഡുപുത്രൻ യുധിഷ്ഠിരൻ അതിവിപുലമായി രാജസൂയം തുടങ്ങി. അവിടുന്നോ ബ്രാഹ്മണരെ കാലു കഴുകിച്ചു ഭക്ത്യ അനുപമം ധർമ്മജന്റെ ഭാഗ്യത്തിന്മേന്മ. അഗ്രപൂജയ്ക്കാരോ വേണം ചർച്ചകളുയർന്നിടവേ സഹദേവൻ ചൊല്ലി സാക്ഷാൽ ശ്രീകൃഷ്ണൻ വേണം. സകല ചരാചരങ്ങൾക്കാത്മാവായ നാമം കേട്ടു സകലരും സംതൃപ്തരായി നിന്നെ വണങ്ങി. ചെരീപനം ശിശുപാലൻ വാളുമായി ചാടി വീണു. ചോരനായ കൃഷ്ണനെയോ പൂജിച്ചിടുന്നു. സകല വാക്കുകളാലെ അർച്ചന നടത്തിയവൻ പാണ്ഡവന്മാർ ചെരീപന്റെ നേരെ തിരിഞ്ഞു. തന്റെ പക്ഷത്തുള്ളവരെ തടഞ്ഞു നിർത്തിനാൻ കൃഷ്ണൻ. തന്റെ ചക്രം കൊണ്ടവന്റെ തലയറുത്തു. നിരന്തര ചിന്തനത്താൽ ബുദ്ധി വന്ന ചെരീപനു നിരൂപമ സായുജ്യത്തെ നൽകിനാൻ ഭവാൻ. അതിശ്രേഷ്ഠ രാജസൂയം ഭംഗിയായി നടന്നപ്പോൾ അതീവ സംതൃപ്തിയോടെ ജനം മടങ്ങി. ശത്രുവിന്റെ ഐശ്വര്യത്തിൽ അസ്വസ്ഥനായി ദുര്യോധനൻ സ്ഥലചല വിഭ്രാന്തിയാൽ കുഴഞ്ഞു വീണു. അതു കണ്ടു പാഞ്ചാലിയും ഭീമസേനനും ചിരിച്ചു. അവിടുത്തെ കടാക്ഷമോ പ്രോത്സാഹിപ്പിച്ചോ. ഭൂഭാരനാശത്തിനുള്ള വിത്തേറിയലായി ചിരി. ഭൂലോക വൈകുണ്ഠനാഥ രോഗം മാറ്റേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.